ലൈഫിൽ ചിലതെല്ലാം പരീക്ഷണങ്ങളാണല്ലേ. ആ പരീക്ഷണങ്ങളിൽ ചിലത് നമ്മൾ ജയിക്കും, ചിലത് നമ്മൾ തോൽക്കും. അപ്പോൾ ജയിച്ച ഒരു പരീക്ഷണത്തിൻ്റെ ഒരു സ്റ്റോറി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു അടിപൊളി പലഹാരം, കണ്ണൂരിലെ എസ്പെഷ്യലി തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ ഡിഷ് തന്നെ പറയാം. കോഴിക്കാല്. പേര് ഡിഫറെൻ്റാണ്. കപ്പ കൊണ്ട് ഉണ്ടാക്കുന്നൊരു വിഭവം, അതിന് കോഴിക്കാലെന്ന് പേരും. ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കരിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ചധികം തന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, പച്ചമുളകുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ചതച്ച് വെച്ച കുറച്ച് ജീരകവും. കപ്പയെ ഈ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്, കൊള്ളിക്കൊള്ളികളായിട്ട് വളരെ നീളത്തിൽ ഈ രീതിയിൽ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം. ഞാനിവിടെ 2 ടീസ്പൂണാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, ഒരു 1/2 ടീസ്പൂൺ വരെ ഗരം മസാല ഇടാം. ഗരം മസാല കൂടുതലാവരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഇത്ര മതിയാവും. കുറച്ച് ഉപ്പ് ഇടാം, അത് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം. പിന്നെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻറ്റ് കായപ്പൊടിയാണ്. പൊടി തന്നെ എടുക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക, കാരണം എല്ലാ ഭാഗത്തേക്കും അതൊന്ന് നന്നായി മിക്സായി വരും. ഈ തുടക്കത്തിൽ കാണിച്ച കപ്പയുടെ ആ സൈസ് മൊത്തം ഞാൻ എടുത്തിട്ടില്ല, അതിലൊരു കാൽഭാഗത്തിലും അധികം എന്നറിയാം. എടുത്തിട്ടില്ല, കാൽഭാഗത്തിനേക്കാളും കുറച്ചും കൂടി അധികം എടുത്തിട്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ഇട്ടിട്ട് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യാൻ, ടൈറ്റായിട്ട് മിക്സ് ചെയ്യരുത്. അതിനിടയിൽ നമുക്ക് ഒരു 1/4 കപ്പോളം കടലപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു 3 ടീസ്പൂൺ പത്തിരിപ്പൊടിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ജസ്റ്റ് ആ ഇട്ട സാധനങ്ങളൊക്കെ എല്ലാ ഭാഗത്തും, കപ്പയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മെല്ലനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്യാം. സഡനായിട്ട് വെള്ളം ആഡ് ചെയ്യരുത്, കാരണം അതിൻ്റെ കൺസിസ്റ്റൻസിയിലും മാറിപ്പോവും. പതിയെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് വളരെ സോഫ്റ്റായിട്ട് തന്നെ നമ്മളത് എടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് നാട്ടിൽ പോയാൽ തട്ടുകടയിലും ചില ഹോട്ടലിലൊക്കെ കാണാം, ചില ബേക്കറികളിലൊക്കെ കാണാം. ചില സ്ഥലത്ത് മാത്രമേ ഇത് നല്ല ടേസ്റ്റായിട്ട് മൊരിച്ചിട്ടൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും നമുക്ക് വീട്ടിൽ നിന്ന് പരീക്ഷിച്ചാൽ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും സേഫ് അല്ലേ എന്തായാലും വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കണ്ടില്ലേ, നമ്മളൊന്ന് പിടിച്ച് നോക്കിയാൽ അത് ഒട്ടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടിയാൽ അത് കറക്റ്റായ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും. അപ്പോൾ മാവും സംഭവങ്ങളൊക്കെ റെഡിയായി, നമ്മൾ ആ മിക്സൊക്കെ റെഡിയായി. ഇനി നമുക്കൊന്ന് വെളിച്ചെണ്ണ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ അവസ്ഥ കണ്ടില്ലേ, തണുപ്പ് കൂടുതലായതുകൊണ്ട്, ബാംഗ്ലൂരല്ലേ, അപ്പോൾ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ കട്ട പിടിക്കുന്നുണ്ട് പെട്ടെന്ന് വെളിച്ചെണ്ണയൊക്കെ. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് വിഭവം ഉണ്ടാക്കുമ്പോൾ എണ്ണ നല്ല ചൂടായി വന്നാൽ പെട്ടെന്നത് അതിൻ്റെ ഒരു രീതിയിൽ കുക്കായി കിട്ടും. കണ്ടില്ലേ, നല്ല ബബിൾസൊക്കെ വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ കയ്യിൽ നന്നായിട്ടൊന്ന് പിടിച്ച് ഒരു അമർത്തി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാ ഭാഗത്തേക്കും അത് എത്തുന്ന പോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ചൊക്കെ കൊടുക്കണം. എന്നാലേ അത് എല്ലാ സൈഡിലും നന്നായി വെന്തിട്ടും കിട്ടും. കപ്പയല്ലേ, പിന്നെ അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടും കിട്ടും. നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നതിൻ്റെ ഒരു സേഫ്റ്റി എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും കുറവ് തന്നെയായിരിക്കുമല്ലോ. ഉപയോഗിച്ച എണ്ണകളായിരിക്കും, പിന്നെ പലതും എന്തെങ്കിലും ടേസ്റ്റ് ഫാക്ടറായിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കുമ്പം ആ ഒരു റിസ്ക് ഫാക്ടറൊക്കെ ഒഴിഞ്ഞിട്ടാണ് നമുക്ക് ഉണ്ടാവുക അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാം, അത് സേഫായിരിക്കും. കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഇതുപോലെ നന്നായി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ല മഴയത്ത് ഒരു ചൂട് ചായയുടെ കൂടെ ഈ ഒരു കോഴിക്കാലും കൂടി ഉണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര സാധനം തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പമാണ് ഉണ്ടാക്കാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല. കപ്പയുണ്ടെങ്കിൽ വീട്ടിൽ ഏകദേശം സാധനങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.